നമ്മുടെ സഹോദരനാകുന്ന അർജുന് വേണ്ടിയിട്ട് ജാതി മത ഭേദമന്യേ എല്ലാവരും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അള്ളാഹുവിനോടും ദൈവത്തിനോടും സദാസമയം നമ്മൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. അത്രയല്ല, രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞാലും രാത്രി ഉറങ്ങുമ്പോഴും രാവിലെ എഴുന്നേൽക്കുമ്പോഴൊക്കെ ഫോണിൽ ഇങ്ങനെ ന്യൂസും കേൾക്കുകയാണ്, ന്യൂസ് ഇങ്ങനെ നോക്കുകയാണ്. അള്ളാഹുവേ, അർജുനെ കിട്ടിയോ എന്നൊരു സമാധാനമില്ലാതെ വളരെ പ്രയാസത്തോടെ സങ്കടത്തോടെയാണ് ലോകം മുഴുവനും, കേരളം മുഴുവനും സങ്കടത്തോടെ നടക്കുന്നത്. നിങ്ങൾ ആലോചിച്ചു നോക്കിയേ, ഒരു കുടുംബത്തിൻ്റെ ഒരു അത്താണിയാണ്, ഒരു കുടുംബത്തിൻ്റെ ഒരു സമാധാനമാണ്, ഒരു കുടുംബത്തിൻ്റെ ഒരു ഐശ്വര്യമാണ്. ആലോചിച്ചു നോക്കിയേ, പല ആൾക്കാരും നമ്മളിപ്പോൾ സോഷ്യൽ മീഡിയ എടുത്ത് നോക്കിയാൽ അർജുനൻ്റെ ഒരുപാട് പറയുന്നുണ്ട്. നിങ്ങൾ ആലോചിച്ച് നോക്കിയേ, എത്രത്തോളം സങ്കടം. നമുക്ക് ഇപ്പോൾ നമ്മുടെ ഒരു കൂടപ്പിറപ്പിനെ പോലെ നമ്മുടെ കുടുംബത്തിലെ ഒരു അംഗമായിട്ടാണ് ഇപ്പോൾ നമ്മുടെ അർജുനുള്ളത്. അള്ളാഹു അത്ഭുതകരമായിട്ടുള്ള രക്ഷ അള്ളാഹു നൽകി അനുഗ്രഹിക്കട്ടെ. ഇന്നിതാ 12ാമത്തെ ദിവസം കഴിയാണ്. 12ാമത്തെ ദിവസമായി നമ്മുടെ സഹോദരനാകുന്ന അർജുനെ കാണാതെയായിട്ട്. നിങ്ങൾ ആലോചിച്ചു നോക്കിയേ, കാത്തിരിക്കുന്നൊരു അമ്മയുണ്ട് വീട്ടിൽ, കാത്തിരിക്കുന്നൊരു പ്രിയതവളുണ്ട് വീട്ടിൽ, കാത്തിരിക്കുന്നൊരു കുഞ്ഞുണ്ട് വീട്ടിൽ. ഒരു വാർത്ത ഇങ്ങനെ കണ്ടിരുന്നു, അർജുൻ്റെ ലോറിയിൽ കുഞ്ഞിന് വേണ്ടി കളിക്കാൻ വേണ്ടിയിട്ടൊരു കളിപ്പാട്ടുണ്ടായിരുന്നു എത്രയെന്ന്. ഒരു അച്ഛൻ്റെയും ഒരു വാപ്പയുടെയും ഒരു അച്ഛൻ്റെയും ഒരു അഭിലാഷം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ മക്കളാകുന്ന നമ്മളെ വളർത്തിക്കൊണ്ടുവരിക. അവരുടെ മനസ്സിൽ എപ്പോഴും മക്കളെക്കുറിച്ചുള്ളൊരു ചിന്താഗതിയായിരിക്കും. ആ പൊന്നു സഹോദരനാകുന്ന അർജുന് തൻ്റെ യാത്രകളിൽ പോലും തൻ്റെ മക്കൾക്ക് വേണ്ടിയിട്ട്, തൻ്റെ കുഞ്ഞിന് വേണ്ടി കളിക്കാനുള്ള കളിപ്പാട്ടടക്കം മേടിച്ചു എന്ന് ചില ന്യൂസുകളിൽ ഇങ്ങനെ കാണലുണ്ട്, ആ വണ്ടിയിൽ കണ്ടിരുന്നു എന്നൊക്കെ. നിങ്ങൾ ആലോചിച്ച് നോക്കിയേ, അല്ലാഹു സുബ്ഹാനഹു വ തആല അത്ഭുതകരമായിട്ടുള്ള രക്ഷ